കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും മാർച്ചിൽ അവരുടെ ആനുവൽ എക്സാമും പബ്ലിക് എക്സാമും നടക്കാൻ പോവാണ്. അപ്പോൾ ഇനിയുള്ള ദിവസം എങ്ങനെ പഠിച്ചാലാണ് ആനുവൽ എക്സാമിനും പബ്ലിക് എക്സാമിനും അവർക്ക് ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് നേടാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി ടിപ്സിനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. അതുകൊണ്ട് നിങ്ങൾ 2-3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾ ദിവസം എത്ര സമയം പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള വിഷയം ഏതാണ്, നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള വിഷയം ഏതാണ്, നിങ്ങൾ എത്ര പെർസെൻറ്റേജ് പഠിച്ചു കഴിഞ്ഞു, ഈ കാര്യം നിങ്ങൾ ആദ്യം കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ആനുവൽ എക്സാം അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് ഫുൾ A+ നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു മൈൻഡ് സെറ്റാണ്. ഒരു അടിപൊളി മൈൻഡ് സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ പഠിച്ചാൽ എനിക്ക് മാർക്ക് കിട്ടുള്ളൂ, ഞാൻ പണിയെടുത്താൽ എനിക്ക് മാർക്ക് കിട്ടുള്ളൂ, ഞാൻ എഫേർട്ട് ഇട്ടാൽ എനിക്ക് മാർക്ക് കിട്ടുള്ളൂ. ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. ആ ചിന്ത എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾ ഡീവിയേഷൻസ് അവോയ്ഡ് ചെയ്യാം. നിങ്ങളുടെ പഠനത്തിന് പിൻവലിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിലും സോഷ്യൽ മീഡിയാസ് ആണെങ്കിലും ആരാണെങ്കിലും എന്താണെങ്കിലും പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളെ പഠനത്തിന് പിൻവലിക്കുന്ന ആളുകളോടൊക്കെ നോ പറയുക. അത് ആളുകളോ സാധനങ്ങളോ എന്തോ ആവട്ടെ, ആ ഡീവിയേഷൻസിനോട് നോ പറയാം. മൂന്നാമതായിട്ട് നിങ്ങൾ വീക്കിലി 7 days ഡെയിലി 5 hours മിനിമം പഠിക്കണം. മൺഡേ ടു ഫ്രൈഡേ എന്നുള്ള ദിവസങ്ങൾ നിങ്ങൾ ദിവസവും 5 മണിക്കൂർ പഠിക്കണം. രാവിലെ 2 മണിക്കൂറും വൈകിട്ട് 3 മണിക്കൂറും. ഇനി സാറ്റർഡേ ആൻഡ് സൺഡേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മൺഡേ ടു ഫ്രൈഡേ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണം, പോസിറ്റീവ് എനർജി വേണം. അതിനായിട്ട് നിങ്ങൾ പോസിറ്റീവ് എനർജി തരുന്ന ആളോട് സംസാരിക്കുക. നിങ്ങളെ ചടപ്പിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആളോട് എന്ത് ചെയ്യാതിരിക്കുക, സംസാരിക്കാതിരിക്കുക. എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ പഠിച്ചു തുടങ്ങുക. അഞ്ചാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഉറക്കം, ഫുഡ്, വെള്ളം, അതേപോലെ തന്നെ മോർണിംഗ് വർക്കൗട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുക. നിങ്ങൾ ഡെയിലി 7.5 hours എങ്കിലും മിനിമം ഉറങ്ങിയിരിക്കണം. അത് 10 to 5:30 ആണെങ്കിൽ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണം, വെള്ളമൊക്കെ നിങ്ങൾ പ്രോപ്പറാക്കുക. ഡെയിലി 3 നേരം ഓൺ ടൈമിൽ തന്നെ ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കുക. പിന്നെ ഡെയിലി രാവിലെ എഴുന്നേറ്റാൽ ഒരു പ്രോപ്പർ വർക്കൗട്ടൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻസിലൂടെ റിവൈസ് ചെയ്യണം അല്ലേ, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് റെഫർ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കണം കേട്ടോ. കോണ്ടന്റ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസിലൂടെ റിവൈസ് ചെയ്യുക. ഈ രീതിയിലൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് വേണ്ടി പഠിക്കുകയാണ്. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെന്നില്ല ചിന്തയിൽ ഡെയിലി 5 hours വീക്കിലി 7 days നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ആ പഠനത്തിന് കൂടെ ശനി ഞായർ നിങ്ങൾ റിവൈസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ A+ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താം. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.